ഏറ്റവും മോശം കോലത്തിലിരുന്ന സമയത്താണ് ഇങ്ങനെ സിനിമ ഏട്ടൻ പറയുന്നത്. കാരണം അതും തടി കുറയ്ക്കുന്ന യാതൊരു ഉറപ്പുമില്ല. അല്ല, ഞാൻ ഇന്നലെ ചോദിച്ചു തടി കുറയ്ക്കുന്നതിനെ കുറിച്ച്. ചോദിച്ചപ്പോൾ ചേട്ടൻ വിളിച്ച് നിങ്ങൾ തമ്മിലൊരു സംസാരം ഉണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അല്ല, നമ്മുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മള് അതിന്റെ ഏറ്റവും വലിയ രസം വെച്ചാൽ ഒക്ടോബറിൽ ഷൂട്ട്, ഓഗസ്റ്റിലെ മാസം അവസാനം ഓണം, ഓഗസ്റ്റ് വരെ തടി കുറഞ്ഞിട്ടില്ല. ഈ സെപ്റ്റംബർ ഒരു മാസം കൊണ്ട് എവിടെ തടി കുറയാൻ പോന്നു. അതിന്റെ ഇടയ്ക്ക് ഓണസദ്യയും കഴിച്ചു. അതിൽ അന്നും അവിടെ ഉണ്ടായിരുന്നു. ഹൈദർക്കയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. അന്നും അവിടെ ഒരു ഭാരമായിട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ രസം വെച്ചാ കസേര കളി പരിപാടി അറേഞ്ച് ചെയ്തു. അപ്പോ ആ വീഡിയോ നമ്മൾ കസേര കളിച്ചത്, ആ വീഡിയോ അജു വിശാഖിന് അയച്ചു കൊടുത്തു. വിശാഖ് ഏട്ടന് അയച്ചു കൊടുക്കുന്നു, എനിക്ക് കോള് വരുന്നു. അപ്പം ഒരു ചെയിൻ പോലെയാണ് അത് പോയിരിക്കുന്നത്. അപ്പൊ വിശാഖ് ദിവ്യ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ തടി കുറക്കുന്നതിന്റെ പേരിൽ ഉടക്കിന്ന് വെച്ചാൽ ഞാൻ ഏട്ടൻ വിളിച്ചു, കാര്യം പറഞ്ഞു, ഇത് തരണം കുറക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ പടത്തിൽ അറിയാലോ, ആ പടത്തിൽ ഞാൻ പോലീസായിട്ട് അഭിനയിക്കുക, വേറെ ആളെ വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ക്യാരക്ടർ പിടിച്ചതാണ് പെട്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ആലോചിച്ചേ നീ വേറെ ആളെ വെക്കോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞും പോയി. പിന്നെ ഏട്ടനൊരു മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പം ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഹാർട്ട് ഫെൽറ്റ് മെസ്സേജ് ഒക്കെ അയച്ചു. ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ദിവ്യ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇതിനൊക്കെ പ്രശ്നക്കാരൻ. അപ്പൊ വിശാഖ് എന്നോട് പറഞ്ഞു, അളിയൻ എന്നോട് പറഞ്ഞു, അളിയന്റെ കസേര കളി നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു എന്നോട്. തമാശയില് ദിവ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ വിശാഖ് അയച്ചെന്ന് എനിക്കറിയാം, കസേര കളി കാണാൻ വേണ്ടി. ഓ, ഇവിടെ ആരും കസേര കളിയുണ്ട്, അവൻ മനഃപൂർവ്വം നിന്റെ അടി വാങ്ങാതെ കാണിക്കാൻ പരാതിയായിട്ട് അയച്ചതാണ്. ഞാന് അപ്പൊ പാര പോയിരിക്കുന്നത് നൻപനാണ്, പാര വെച്ചത് നിങ്ങള്. അപ്പൊ എല്ലാരും ഒരുമിച്ചുള്ളൊരു വേദി ആയതുകൊണ്ട് എടുത്ത് പറഞ്ഞു. കൃത്യമായിട്ട് പറയണമല്ലോ, പറയാതെ ഇവിടെ അജും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചെയിൻ ഇങ്ങനെ എന്നെ കസേര കളിപ്പിച്ച് അത് വീഡിയോ അയച്ച് അത് അപ്പൊ തന്നെ. എന്റെ ഏറ്റവും രസം അറിയാമോ, നമ്മള് കസേര കളിക്കുന്നു, അത് നിങ്ങൾ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്? ഇന്റർനെറ്റിന് പോലും അത് നമ്മുടെ ഒരു കമ്പനിയുടെ പ്രത്യേകതയാണ്. അത് പ്രൊമോട്ട് സത്യം പറയില്ലേ, അന്നത്തെ ദിവസം ഇടം പറഞ്ഞ അനുസരിച്ച് ഈ പടം നടക്കില്ല. അങ്ങനെ ഒരു സിനിമ തന്നെ നിങ്ങൾ ഇല്ലാണ്ടാക്കി. അപ്പോഴാണെങ്കിൽ സെറ്റ് വർക്ക് നടന്ന് ഏകദേശം 1.5-2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ 2 കോടി രൂപ നഷ്ടപരിഹാരം ഞങ്ങൾ തരേണ്ടി വന്നു. 10 കോടി 100 കോടിയിലേക്ക് എത്താൻ പോകുന്നു. അതുകൊണ്ട്